വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കാൻ രാജ്യത്തെ യുവാക്കൾ മാനസികമായും ശാരീരികമായും ആരോഗ്യമുള്ളവരായിരിക്കണമെന്നും അതിന് എല്ലാത്തരം ലഹരി ഉപയോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ നശാമുക്ത് യുവഭോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 100 ആഴ്ച നീളുന്ന ജനപങ്കാളിത്ത ക്യാമ്പയിനിൽ ഭാഗിദാരി ക്യാമ്പയിനും ഇതോടെ ആരംഭിച്ചു. ലഹരിമുക്ത സമൂഹം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനും പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുമായി എല്ലാ ഞായറാഴ്ചകളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനം. आपने अपने स्कूल, अपने कॉलेज और अपने समाज में नशा मुक्ति का संदेश पहुंचाने का संकल्प लिया है. आज लिया गया ये संकल्प आने वाले 100 सप्ताह तक लगातार ऐसे ही आगे बढ़ेगा. हर रविवार कला, संस्कृति, स्पोर्ट्स, मेडिटेशन, अध्यात्म और सेवा से जुड़ी गतिविधियां होगी. नशा मुक्ति का संदेश नए लोगों तक पहुंचेगा. आने वाले 100 रविवार नशा मुक्त भारत की दिशा में 100 मजबूत कदम हो गए. 100 मजबूत स्टेप्स. കൊച്ചിയിൽ കണ്ടെയ്നർ ഷിപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഇന്നലെ രാത്രി എത്തിയ SSL മുംബൈക്കാണ് നിയന്ത്രണം നഷ്ടമായത്. തീരത്തേക്ക് അടുത്ത കപ്പലിലെ പാഞ്ഞെത്തിയ ടക്ക് ബോട്ടുകളാണ് നിയന്ത്രണ വിധേയമാക്കിയത്. വൻ അപകടമാണ് ഒഴിവായത്. സംസ്ഥാനത്ത് മഴ കുറയുന്നു. സംസ്ഥാനത്ത് മഴക്കെടുതിയിലാകെ മരണം 10ആയി. 8 പേരെ കാണാനില്ല. 13 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5792 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് കൂടുതൽ ക്യാമ്പുകൾ. ഇന്നലത്തെ അപേക്ഷിച്ച് മഴ കുറഞ്ഞത് ആശ്വാസകരമാണ്. വെള്ളം കയറിയ സ്ഥലങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പലയിടത്തും പരാതിയുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചു. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഷിജിനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കാണാതായ അഞ്ചുതെങ്ങ് സ്വദേശിയായ ഫ്രീബോന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. രാവിലെ കണ്ണാന്തുറയിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും ചേർന്ന് 3 ബോട്ടുകളിലാണ് ഇപ്പോഴും തെരച്ചിൽ തുടരുന്നത്. തെരച്ചിലിന് കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾ ശക്തമാക്കിയിരിക്കുകയാണ്. മുതലപ്പുഴ അപകടരഹിതമാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് സ്ഥലം MLA രമ്യ ഹരിദാസ് പറഞ്ഞു. ഇപ്പം കടല് വളരെ റഷ് ആയതുകൊണ്ട് ഇപ്പൊ ഇന്നലെയൊക്കെ അവര് എല്ലാ മേഖലയിലും ഇപ്പൊ ഇന്ന് ഒരു ആളിനെ കണ്ടെത്തി എന്ന് പറയുന്ന സ്ഥലം വരെ ഇന്നലെ കോസ്റ്റ് ഗാർഡിന്റെ ടീം അന്വേഷിച്ചതാണ്. അതേപോലെ തന്നെ മറൈന്റെ ആംബുലൻസ് ടീമും ഇന്നലെ അന്വേഷിച്ചാണ്. പക്ഷെ അവർക്ക് തന്നെ നമുക്ക് തന്നെ അവരെ കാണാൻ സാധിക്കുന്നു. അവര് കുറെ ദൂരങ്ങളിലായിട്ടാണ്. കാരണം ഈ കടൽ വലിയ റഷ് ആയതുകൊണ്ട് അന്വേഷിക്കുന്ന സമയത്ത് അത്ര ദ്രുതഗതിയിൽ ചെയ്യാൻ അവർക്ക് മൂവ് ചെയ്യാനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നും പരിശോധന അവിടെ നടത്തുന്നുണ്ട്. ഇന്നിപ്പം പള്ളിത്തുറ ഭാഗത്തേക്കാണ് ഈ ഒരാളിനെ കണ്ടെത്തിയെന്ന് പറയപ്പെടുന്നത്. അപ്പം ഒരാളിനെ കൂടി നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ അത് ഈ മുതലപ്പുഴയുമായി കുറച്ച് ദൂരത്ത് നിന്നിട്ടാണ്. അപ്പം ആ പ്രദേശങ്ങളിൽ ഇപ്പൊ അന്വേഷണം രാവിലെ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എറണാകുളം ജില്ലയിലും കിഴക്കൻ മേഖലകളിലും മഴയ്ക്ക് ശമനമുണ്ട്. ജില്ലയിൽ 6 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 160 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മൂവാറ്റുപുഴയാറും തൊടുപുഴയാറും കോതയാറും കാളിയാറും പൂയംകുട്ടി പുഴയും കോതമംഗലം പുഴയും കരകവിഞ്ഞു. കോതമംഗലം മണികണ്ഠൻ ചാൽ ചപ്പാത്തും കൂടമുണ്ട പാലവും മണിക്കിണർ പാലവും മുങ്ങി. പെരിയാറിലെ ജലനിരപ്പ് 3 അടിയോളമാണ് ഉയർന്നത്. ആലുവ മണപ്പുറവും ശിവക്ഷേത്രവും വെള്ളത്തിൽ മുങ്ങി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.